ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് O.Henry എഴുതിയ ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോപ്പി മൂവ്ഡ് റെസ്റ്റ്ലെസ്ലി ഓൺ ഹിസ് സീറ്റ് ഇൻ മാഡിസൺ സ്ക്വയർ. അപ്പം നമ്മുടെ സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ പ്രൊട്ടോഗണിസ്റ്റ് എന്ന് പറയുന്നത് സോപ്പിയാണ്. അപ്പം ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ സോപ്പി റെസ്റ്റ്ലെസ് ആയിട്ട് കാണിക്കുന്നത്, അതായത് ഭയങ്കര അസ്വസ്ഥനായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കിനി വരുന്ന ലൈനിൽ മനസ്സിലാക്കാം. There are certain signs to show that winter is coming. Birds begin to fly south. Women who worn nice warm coats become very kind to their husbands. And Soapy moves restlessly on his seat in the park. അപ്പം വിൻ്റർ സീസൺ വരാൻ പോകുന്നു എന്നതിന് ചില സൂചനകളുണ്ട് ഇവിടെ. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ സൗത്തിലോട്ട് പറക്കാൻ തുടങ്ങി. അതുപോലെ വിമൻ ദേ ബിക്കം കുറച്ചുകൂടെ കൈൻഡായി അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, കാരണം അവർക്ക് പുതിയ വാം കോട്ട്സൊക്കെ വാങ്ങണം. അതുപോലെ സോപ്പി ഭയങ്കര അസ്വസ്ഥനായിട്ട് തന്നെ ഇരിക്കുകയാണ് ആ പാർക്കിൽ. വെൻ യു സീ ദീസ് സൈൻസ് യു നോ ദാറ്റ് വിൻ്റർ ഈസ് നിയർ. ഈ സൈൻസ് എല്ലാം കാണുമ്പോൾ നമുക്കറിയാം വിൻ്റർ അടുത്തു. സോപ്പി എന്തുകൊണ്ടാണ് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിക്ക് വീടില്ല, ഷെൽട്ടർ ഇല്ല. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ സോപ്പി എന്ത് ചെയ്യും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കിലിരിക്കുന്നത് കൊണ്ട് സോപ്പി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. A dead leaf fell at Soapy's feet. That was a special sign for him that winter was coming. അപ്പോൾ ഒരു സ്പെഷ്യൽ സൈനായിട്ട് വിൻ്റർ അടുത്തു എന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫ് താഴെ വീണു, ഡെഡ് ലീഫ്. അതായത് ഈ വിൻ്റർ സീസണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇല പൊഴിയുന്ന കാലമാണ്. അപ്പോൾ അതാണ് സ്പെഷ്യൽ സൈൻ, വിൻ്റർ വരുന്നു എന്ന് കാണിക്കുന്നതിന്. പ്ലസ് കൂടുതൽ തണുപ്പ് കൂടുതലായിരിക്കും. It was time for all who lived in Madison Square to prepare. ഈ ടു പ്രിപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിൻ്റർ സീസൺ വരുന്നു. അപ്പം കോട്ട്, ജാക്കറ്റ്, സ്വെറ്റർ, അങ്ങനെ പല പല സാധനങ്ങളും വാങ്ങേണ്ടതും അങ്ങനെയുള്ള ആവശ്യങ്ങളും എല്ലാം നികത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത് ഇറ്റ് വാസ് ടൈം ഫോർ ഓൾ ഹു ലിവ്ഡ് ഇൻ മാഡിസൺ സ്ക്വയർ ടു പ്രിപ്പയർ. അവരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് വിൻ്ററിനുള്ള വരവ് കാത്ത്. Soapy's mind now realized the fact the time had come. He had to find some way to take care of himself during the cold winter, and therefore he moved restlessly on his seat. അപ്പോൾ പിന്നെയും ഇത് തന്നെയാണ് പറയുന്നത്, നമ്മുടെ സോപ്പി റെസ്റ്റ്ലെസ്ലി അങ്ങനെ ഇരിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലായി സമയം അടുത്തു, വിൻ്റർ അടുത്തു. അവന് എന്താ വേണ്ടതെന്നറിയാവോ? അവനെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അപ്പം അവന് വീടില്ല, അവൻ എന്ത് ചെയ്യും? അവൻ ഫുഡ് എങ്ങനെ കഴിക്കും? അവന് ഷെൽട്ടർ എങ്ങനെ കിട്ടും? ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. Soapy's hope for the winter were not very high. He was not thinking of sailing away on a ship. He was not thinking of southern skies or of the Bay of Naples. അവൻ്റെ പ്രതീക്ഷ ഒരു വിൻ്റർ എന്ന് പറയുന്ന വലുതായിട്ടൊന്നുമില്ല. അവനിങ്ങനെ ഒരു കപ്പൽ യാത്ര ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഹി വാസ് നോട്ട് തിങ്കിങ് ഓഫ് സദേൺ സ്കൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സദേൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ലൈനിൽ കണ്ട് ബേർഡ്സ് എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്തത്? സൗത്തിലോട്ട്, കുറച്ച് വാമായിട്ടുള്ള പ്ലേസ് നോക്കി അവർ സൗത്തിലോട്ട് പോയി. അപ്പോൾ സദേൺ സ്കൈസ് അത് വാർമർ പ്ലേസിലോട്ട് പോകണമെന്ന് അവൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ബേ ഓഫ് നേപ്പിൾസിൽ പോകണമെന്നൊന്നും അല്ല അവൻ്റെ ആഗ്രഹം. അവൻ്റെ ആഗ്രഹം എന്താ? അതാണ് അടുത്ത പറയുന്നത്. 3 months in the prison on Blackwell's Island was what he wanted. അപ്പോൾ 3 മാസം ഈ വിൻ്റർ തീരുന്നവരെ അവനൊരു ഷെൽട്ടർ വേണം. അപ്പോൾ ആ ഷെൽട്ടറിൽ നിന്ന് അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക്വെൽ ഐലൻഡ് എന്ന് പറയുന്ന ആ പ്രിസണിലാണ് അവന് പോയിരിക്കേണ്ടത്. സോ 3 months of food every day, a bed every night, 3 months safe from the cold north wind and safe from cops. അപ്പം എന്തൊക്കെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 നേരം അവന് ഫുഡ് വേണം. ആ 3 മാസത്തേക്ക് അവന് ഫുഡ് വേണം, ഒരു കിടക്കാനൊരു ബെഡ് വേണം, അതുപോലെ കോൾഡ് ആയിട്ടുള്ള ആ സ്ഥലത്ത് സേഫായിട്ട് അവനൊരു ഷെൽട്ടർ വേണം. അപ്പോൾ ഈ ബ്ലാക്ക്വെൽ ഐലൻഡ് എന്ന് പറഞ്ഞ പ്രിസണിലിരുന്ന അവൻ സേഫാണ്. അതുപോലെ സേഫ് ഫ്രം കോപ്സ് എന്ന് വെച്ചാൽ പോലീസ് മാൻ, ഓക്കെ, അവരിൽ നിന്നൊക്കെ സേഫായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ദിസ് സീം ടു സോപ്പി ദ മോസ്റ്റ് ഡിസൈറബിൾ തിങ് ഇൻ ദ വേൾഡ്. അപ്പോൾ അവന് ആ ബ്ലാക്ക്വെൽ ഐലൻഡിൽ അതാണ് ഏറ്റവും അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ വിൻ്റർ സീസണിൽ. 4 years ബ്ലാക്ക്വെൽസ് ഐലൻഡ് ഹാഡ് ബീൻ ഹിസ് വിൻ്റർ ഹോം. വിൻ്ററിൽ അവൻ ഇരുന്നതും ബ്ലാക്ക്വെൽ ഐലൻഡിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിൻ്റർ ഹോം എന്ന്. അവൻ്റെ വീടായിട്ട് അവൻ കരുതി ഈ വിൻ്റർ സീസണിൽ അവൻ ചിലവഴിച്ചത് ബ്ലാക്ക്വെൽ ഐലൻഡിലാണ്. Richer New Yorkers made their large plans to go to Florida or to the shore of the Mediterranean Sea each winter. Soapy made his small plans for going to the island. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട് റിച്ചറും പുവറും. അതായത് റിച്ചറായിട്ടുള്ളവർ എന്താ ആലോചിക്കുന്നത്? അവർ പ്ലാൻ ചെയ്യും ഫ്ലോറിഡയിൽ പോകുന്നതും അതുപോലെ മെഡിറ്ററേനിയൻ സീയിലെ ഷോറിൽ പോകുന്നതൊക്കെ. പക്ഷേ ഇവിടെ പാവപ്പെട്ട സോപ്പി ആഗ്രഹിക്കുന്നത് ചെറിയൊരു പ്ലാൻ, അവന് ഐലൻഡിലോട്ട് പോകണം, ബ്ലാക്ക്വെൽ ഐലൻഡിലോട്ട്. കാരണം അവന് ഷെൽട്ടർ, ഫുഡ് എല്ലാം കിട്ടുന്നത് അവിടെയാണ്.
ആൻഡ് നൗ ദ ടൈം ഹാഡ് കം. അപ്പം ഇപ്പം സമയം അടുത്തു, അതായത് വിൻ്റർ സമയം എത്തി, അവന് പ്ലാൻ ചെയ്യണം. 3 big newspapers, some under his coat and some over his legs, had not kept him warm during the night in the park. So Soapy was thinking of the island. അവൻ എന്തുകൊണ്ട് ഐലൻഡിൽ പോകണമെന്ന് ചിന്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടി. അവൻ ഈ വലിയ 3 ന്യൂസ് പേപ്പേഴ്സൊക്കെ അവൻ കോട്ടിൻ്റെ അടിയിലും കാലുകളുടെ മുകളിലുമായിട്ടൊക്കെ വെച്ച് അവൻ പുതച്ചെല്ലാം കിടക്കുന്നു. പക്ഷെ അവൻ അതൊന്നും കൊണ്ട് തണുപ്പ് സഹിക്കാൻ ഒക്കുന്നില്ല, അതൊന്നും അവന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പോൾ അവന് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇടം വേണം. There were places in the city where he could go and ask for food and a bed. These would be given to him. അപ്പോൾ വേറെ സ്ഥലങ്ങളുണ്ട് സിറ്റിയിൽ തന്നെ. ഇപ്പോൾ ഒരു ഫുഡ് ചോദിച്ചിട്ട് പോയാലോ ബെഡ്, ഒരു ഷെൽട്ടർ ചോദിച്ചിട്ട് പോയാലോ കിട്ടും. അതായത് ചാരിറ്റി ഹോംസ് ഉണ്ട്. പക്ഷേ അവന് ഇതല്ല വേണ്ടുന്നത്. ഹി കുഡ് മൂവ് ഫ്രം വൺ ബിൽഡിംഗ് ടു അനദർ ആൻഡ് ഹി വുഡ് ബി ടേക്കൺ കെയർ ഓഫ് ത്രൂ ദ വിൻ്റർ. അപ്പോൾ ഈ ചാരിറ്റി ഹോം എന്ന് പറയുന്നത് പല ഇടങ്ങളിലും ഉണ്ട്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലോട്ട് എല്ലാം അവന് പോവാം. ഈ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിൻ്ററിൽ അവർ ടേക്ക് കെയറും ചെയ്യും അവന്. ബട്ട് ഹി ലൈക്ക് ബ്ലാക്ക് വെൽസ് ഐലൻഡ് ബെറ്റർ. പക്ഷേ അവന് ഈ ബ്ലാക്ക് വെൽ ഐലൻഡാണ് ഏറ്റവും ഇഷ്ടം, ബെറ്ററായിട്ട് തോന്നിയത്. അതിൻ്റെ റീസണാണ് അടുത്ത് വരുന്നത്. സോഫി സ്പിരിറ്റ് വാസ് പ്രൗഡ്. അവൻ കുറച്ച് പ്രൈഡായിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ ഈ ഫുഡൊക്കെ ബെഗ് ചെയ്ത്, അതുപോലെ ബെഡ്, ഒരു ഷെൽട്ടറിനൊക്കെ ബെഗ് ചെയ്യുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എല്ലാവരോടും. ഇഫ് ഹി വെൻ ടു എനി ഓഫ് ദീസ് പ്ലേസസ് ദർ വർ സെർട്ടൻ തിങ്സ് ഹി ഹാഡ് ടു ഡു. ഇപ്പോൾ അവൻ ചാരിറ്റി ഹോമിൽ പോയെന്നേ വെച്ചോ, അങ്ങനെ പോലും ചില കാര്യങ്ങൾ അവൻ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് പറയും. ഇൻ വൺ വേ ഓർ അനദർ ഹി വുഡ് ഹാവ് ടു പേ ഫോർ വാട്ട് ദേ ഗേവ് ഹിം. ദേ വുഡ് നോട്ട് ആസ്ക് ഹിം ഫോർ മണി. അവർ കാശ് ചോദിക്കുന്നില്ല, പക്ഷേ വേറെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവൻ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നവൻ പറയുന്നുണ്ട്. പക്ഷേ അത് മണി അല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്തുവാ, ബട്ട് ദേ വുഡ് മേക്ക് ഹിം വാഷ് ഹിസ് ഹോൾ ബോഡി, ദേ വുഡ് മേക്ക് ഹിം ആൻസർ ക്വസ്റ്റ്യൻസ്, ദേ വുഡ് വോണ്ട് ടു നോ എവറിത്തിങ് അബൌട്ട് ഹിസ് ലൈഫ്. ഇപ്പോൾ ചാരിറ്റി ഹോമിൽ പോയാൽ അവർ ഇപ്പം ഫുഡും ഷെൽട്ടറും എല്ലാം കൊടുത്താലും അവരിവൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും അവൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ അവൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഐലൻഡിൽ പോയി അവിടെ പ്രിസണിൽ കിടന്നു എന്നൊക്കെ പറയുമ്പം അവനെക്കുറിച്ചുള്ള ഇമേജ് മാറും. അപ്പോൾ അവനത് ഇഷ്ടമില്ല, അവൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചോ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ ആരും ചോദിക്കുന്നത്. സോ നോ, പ്രിസൺ വാസ് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ അവൻ ആ ഒരു ഓപ്ഷനേക്കാൾ അവൻ എന്തുകൊണ്ട് പ്രിസൺ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ആരും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. ദ പ്രിസൺ ഹാഡ് റൂൾസ് ദാറ്റ് ഹി വുഡ് ഹാവ് ടു ഫോളോ, ബട്ട് ഇൻ പ്രിസൺ എ ജെൻറ്റിൽമാൻസ് ഓൺ ലൈഫ് വാസ് സ്റ്റിൽ ഹിസ് ഓൺ ലൈഫ്. പ്രിസണിൽ റൂൾസ് ഉണ്ട് ഫോളോ ചെയ്യാൻ, അതവനത് പ്രശ്നമല്ല. ബട്ട് ഇൻ പ്രിസൺ എ ജെൻറ്റിൽമാൻസ് ഓൺ ലൈഫ് വാസ് സ്റ്റിൽ ഹിസ് ഓൺ ലൈഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിസണിൽ എവരി വൺ ഹാസ് എ പാസ്റ്റ്. എല്ലാവർക്കും ഒരു ക്രിമിനൽ പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആരും ആർട്ടിക്കലും പോയി പേഴ്സണൽ ലൈഫ് ചോദിച്ചോ ഇങ്ങനെ ആയിരുന്നോ എന്നൊരു ക്വസ്റ്റ്യനിൽ അവരെ ആ ഒരു ഇമേജ് വെച്ച് നോക്കത്തില്ല. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോ അവരെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അപ്പം നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ബട്ട് ഇൻ എ പ്രിസൺ എ ജെൻറ്റിൽമാൻസ് ഓൺ ലൈഫ് വാസ് സ്റ്റിൽ ഹിസ് ഓൺ ലൈഫ്. ആ കോണ്ടെക്സ്റ്റിൻ്റെ ബിഹൈൻഡിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. എന്തുകൊണ്ടാണ് സോപ്പിക്ക് നമ്മുടെ ചാരിറ്റി ഹോം ഇഷ്ടമില്ലാത്തതും എന്തുകൊണ്ടാണ് ഇവിടെ പ്രിസൺ ഇഷ്ടമുള്ളതും അതെന്താണ് റീസൺ എന്നതും എല്ലാം എഴുതാം. Soapy, having decided to go to the island, at once began to move towards his desire. അപ്പോൾ അവൻ തീരുമാനിച്ചു ഐലൻഡിൽ പോകണമെന്ന്. അപ്പോൾ അവൻ്റെ അവൻ്റെ ആഗ്രഹത്തിനൊത്ത് അവൻ ചലിക്കണം, അതായത് അവൻ പ്ലാൻ ചെയ്യണം. There were many easy ways of doing this. നിറയെ ഈസി ആയിട്ടുള്ള വേസ് ഉണ്ടെന്ന് അവൻ കണ്ടുപിടിച്ചു. The most pleasant way was to go and have a good dinner at some fine restaurant. Then he would say that he had no money to pay, and then a cop would be called. It would all be done very quickly. The cop would arrest him. He would be taken to a judge. The judge would do the rest. അപ്പോൾ അവനൊരു പ്ലാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു നല്ല ഫൈൻ റെസ്റ്റോറൻറ്റിൽ പോകണം, നല്ലോണം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബില്ല് അവർ കൊടുക്കുമ്പോഴത്തേക്ക് പറയണം കയ്യിൽ കാശില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സോഫായിട്ട് അവർ പോലീസ്മാനെ വിളിക്കും. അതുപോലെ പോലീസ്മാൻ എന്ത് ചെയ്യും, അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ജഡ്ജിൻ്റെ മുമ്പിൽ കൊണ്ടുപോകും. ഇനി ജഡ്ജ് എന്ത് ചെയ്യും, ജഡ്ജ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. Soapy left his seat and walked out of Madison Square to the place where the great street called Broadway and Fifth Avenue meet. അപ്പോൾ അവൻ അവിടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അത് ഞാൻ നടക്കാൻ തുടങ്ങി. അതായത് ബ്രോഡ്വേയും ഫിഫ്ത്ത് അവന്യൂവും മീറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് സ്ട്രീറ്റിലോട്ട് അവൻ നടന്നു. He went across a wide space and started north on Broadway. അപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. ആ ബ്രോഡ്വേയുടെ നോർത്തിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. He stopped at a large and brightly lighted restaurant. അപ്പോൾ അവൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അത് നല്ല വലിയ ലാർജ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. This was where the best food and the best people in the best clothes appeared every ഈവനിങ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത്, അതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ, അതായത് റിച്ച് പീപ്പിൾ വരുന്നതും ബെസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പീപ്പിൾ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അവിടെയാണ് അവൻ പോകുന്നത്.
പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ സോപ്പി ബിലീവ്ഡ് ദാറ്റ് എബവ് ഹിസ് ലെഗ്സ് ഹി ലുക്ക്ഡ് ഓൾ റൈറ്റ്. അപ്പോൾ അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗിൻ്റെ മേലോട്ട്, അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങളുടെ വേസ്റ്റിൻ്റെ മേലോട്ടുള്ള ഭാഗം, അതായത് സോപ്പിയുടെ മേലോട്ടുള്ള ഭാഗം, വേസ്റ്റിൽ നിന്ന് മേലോട്ടുള്ള ഭാഗമല്ല, നല്ല റൈറ്റാണ് എന്ന് അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ഇവന് പറയും. ഹിസ് ഫേസ് വാസ് ക്ലീൻ, his coat was good enough. If he could get to a table, he believed that success would be his. അതായത് അവൻ്റെ ഫേസ് നല്ല ക്ലീൻ ആയിരുന്നു, അവൻ്റെ കോട്ട് ഗുഡ് ഇനഫ്, ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ, ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റിയ ഒരു ഗുഡ് ഇനഫ് ആയിട്ടുള്ളൊരു കോട്ടായിരുന്നു. അതുപോലെ തന്നെ ഇഫ് ഹി കുഡ് ഗെറ്റ് എ ടേബിൾ, അതായത് നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്, അപ്പോൾ അവനൊരു ടേബിൾ കിട്ടിയാൽ, അവിടെ ഒരു ടേബിൾ കിട്ടിയാൽ ഹി ബിലീവ് ദാറ്റ് സക്സസ് വുഡ് ബി ഹിസ്, എന്നുവെച്ചാൽ അവൻ ആ പ്ലാൻ എല്ലാം സക്സസ് ആകും എന്ന് അവൻ വിശ്വസിച്ചു. The part of him that would be seen above the table would look all right. അതായത് ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, നമ്മളിപ്പം പോയൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക. അപ്പം നമ്മളിരിക്കുമ്പം നമ്മുടെ ടേബിളിൽ നിന്ന് ജസ്റ്റ് നമ്മളെ കാണുന്ന അത്രയുള്ള പാർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് ഓഫ് ഹിം ദാറ്റ് വുഡ് ബി സീൻ എബോവ് ദ ടേബിൾ വുഡ് ലുക്ക് ഓൾ റൈറ്റ്. അതായത് മേലോട്ടുള്ള ഭാഗം, അത് വേസ്റ്റിൽ നിന്ന് മേലോട്ടുള്ള ഭാഗം എല്ലാം പെർഫെക്റ്റ് ആണ്. വെയ്റ്റർ വുഡ് ബ്രിങ് ഹിം വാട്ട് ഹി ആസ്ഡ് ഫോർ. അതുപോലെ അവൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വെയ്റ്റർ അത് അവന് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഹി ബിഗാൻ തിങ്കിങ് ഓഫ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഈറ്റ്. ഇൻ ഹിസ് മൈൻഡ് ഹി കുഡ് സീ ദ ഹോൾ ഡിന്നർ. അപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് അവൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അവൻ്റെ ആ ഹോൾ ഡിന്നർ അവൻ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദ കോസ്റ്റ് വുഡ് നോട്ട് ബി ടു ഹൈ. വില ഭയങ്കര കൂടുതലായിരിക്കില്ല. ഹി ഡി നോട്ട് വോണ്ട് ദ റെസ്റ്റോറൻറ്റ് പീപ്പിൾ ടു ഫീൽ എനി റിയൽ ആങ്കർ. അതായത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും വാങ്ങിച്ച് കഴിച്ച് റെസ്റ്റോറൻറ്റ് പീപ്പിളിനെ ഭയങ്കര ആംഗ്രി ആക്കണ്ട എന്നും അവൻ തീരുമാനിച്ചു. ബട്ട് ദ ഡിന്നർ വുഡ് ലീവ് ഹിം ഫീൽഡ് ആൻഡ് ഹാപ്പി ഫോർ ദ ജേർണി ടു ഹിസ് വിൻ്റർ ഹോം. പക്ഷേ അവൻ കഴിക്കാൻ പോകുന്ന ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല ഹംഗ്രി, അവൻ്റെ വിശപ്പെല്ലാം തീർത്ത് ഒരു വിൻ്റർ ഹോമിലേക്ക്, അതായത് ബ്ലാക്ക്വെൽ ഐലൻഡിലോട്ട് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോകാൻ തക്കത്തിലുള്ള ഒരു ഡിന്നറായിരിക്കണം എന്ന് അവൻ ചിന്തിച്ചു. But as Soapy put his foot inside the restaurant door, the head waiter saw his broken old shoes and the torn clothes that covered his legs. പക്ഷേ നമ്മുടെ സോപ്പി കാലകത്തോട്ട് റെസ്റ്റോറൻ്റ് അകത്തോട്ട് വെക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഹെഡ് വെയ്റ്റർ അവൻ്റെ ഓൾഡായിട്ടുള്ള അവൻ്റെ ബ്രോക്കൺ ഷൂസും കണ്ടു, അതുപോലെ കീറിയ ക്ലോത്ത് അതും കണ്ടു. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? സ്ട്രോങ് ആൻഡ് റെഡി ഹാൻഡ്സ് ടേൺ സോപ്പി അറൗണ്ട് ആൻഡ് മൂഡ് ഹിം ക്വയറ്റ്ലി ആൻഡ് ക്വിക്ക്ലി ഔട്ട്സൈഡ് ദ അഗെയിൻ. സോ സ്ട്രോങ് ആൻഡ് റെഡി ഹാൻഡ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിച്ചു? ഇമ്മീഡിയറ്റ്ലി അവനെ ആ ഹെഡ് വെയ്റ്റർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വെളിയിലോട്ട് ഇറക്കി വിട്ടു, കയറാൻ സമ്മതിച്ചില്ല. സോപ്പി ടേൺഡ് ഓഫ് ബ്രോഡ്വേ, അതായത് ഹി ലെഫ്റ്റ്, ടേൺഡ് ഓഫ് മീൻസ് ഹി ലോസ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഹി ലെഫ്റ്റ് ബ്രോഡ്വേ. ഇറ്റ് സീംഡ് ദാറ്റ് ദിസ് മോസ്റ്റ് ഡിസൈറബിൾ വേ ടു ദ ഐലൻഡ് വാസ് നോട്ട് ടു ബി ഹിസ്. അപ്പോൾ അവൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഐഡിയ എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ ഈസി ആയിട്ട് ഇത് ഫോർമുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അവൻ ആ ബ്ലാക്ക്വെൽ ഐലൻഡിലോട്ട് എത്തിച്ചേരണം എങ്ങനെയെങ്കിലും. ഹി മസ്റ്റ് തിങ്ക് ഓഫ് സം അതർ വേ ടു ഗെറ്റിംഗ് ദർ. അപ്പോൾ അവൻ ആലോചിച്ചു ഇനി വേറെ എന്തെങ്കിലും അടുത്തൊരു പ്ലാൻ അവൻ ആലോചിച്ചു. At a corner of 6th Avenue was a shop with a wide glass window bright with electric light. ഇപ്പോൾ അവൻ അവിടെ ഒരു കോർണറിൽ 6th Avenue സ്ട്രീറ്റിൽ അവനൊരു കട കണ്ടു, നല്ല വൈഡ് ഗ്ലാസ് ആയിട്ടുള്ള വിൻഡോ ഉണ്ട്, അതുപോലെ ബ്രൈറ്റ് ഇലക്ട്രിക് ലൈറ്റ്സ് എല്ലാം ഇട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. സോപ്പി പിക്ഡ് അപ്പ് എ ബിഗ് സ്റ്റോൺ ആൻഡ് ത്രൂ ഇറ്റ് ത്രൂ ദ ഗ്ലാസ്. അവൻ എന്ത് ചെയ്തൊരു വലിയ കല്ലെടുത്ത് ഒരു എറിഞ്ഞു. പീപ്പിൾ കെയിം റണ്ണിങ് അറൗണ്ട് ദ കോർണർ. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കോർണറിൽ നിന്നും ആളുകൾ ഓടിയെത്തി ആ സൗണ്ട് കേട്ട്. എ കോപ്പ് വാസ് എ ഫസ്റ്റ് എമംഗ് ദം. അപ്പോൾ ആദ്യം ഓടിയെത്തിയതാരെന്ന് വെച്ചാൽ ഒരു പോലീസ്മാൻ ആയിരുന്നു. സോപ്പി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ഹി സ്മൈൽഡ് വെൻ ഹി സോ ദ കോപ്പ്. അപ്പോൾ ഈ സോപ്പി എന്ത് ചെയ്ത്? സോപ്പി അങ്ങനെ തന്നെ നിന്നു, എന്നിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്? പോലീസ്മാനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. വെർ ഈസ് എ മാൻ ദാറ്റ് ഡിഡ് ദാറ്റ് ആസ് എ കോപ്പ്. അപ്പോൾ മാൻ വന്നതും ചോദിച്ചു ഇത് ചെയ്ത ആളെവിടെ എന്ന് ചോദിച്ചു. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഐ മൈറ്റ് ഹാവ് ഡൺ ഇറ്റ് സെഡ് സോപ്പി. അപ്പോൾ സോപ്പി പെട്ടെന്ന് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ലേ ഞാനാണിതെന്ന്. ഹി വാസ് ഫ്രണ്ട്ലി ആൻഡ് ഹാപ്പി. വാട്ട് ഹി വാണ്ടഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. അവൻ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്, നല്ല സന്തോഷത്തിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വാട്ട് ഹി വാണ്ടഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹി വാണ്ടഡ് മീൻസ് വാട്ട് ഹി ഡിസൈഡ്. അപ്പോൾ അവനൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഓൾറെഡി അവൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് സക്സസ് ആകും. അപ്പോൾ അവൻ ഡിസൈർ ചെയ്ത ബ്ലാക്ക്വെൽ ഐലൻഡിലോട്ട് അവന് പോകാം. അപ്പോൾ ആ ഡിസയർ സക്സസ് ആകും, അത് കമ്മിങ് ടുവേർഡ്സ് ഹിം. അതാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഹി വാണ്ടഡ്, അതായത് വാട്ട് ഹി ഡിസൈഡ് വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. ഇങ്ങനെ ഒരു ലൈൻ ചോദിച്ചിട്ട് വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6th Avenue ഷോപ്പിൽ അവൻ കല്ലെടുത്തെറിഞ്ഞതും ആ ഒരു സംഭവം നമുക്ക് എഴുതാം.
So he was friendly and happy. What he wanted was coming towards him. But the cop's mind would not consider സോപ്പി. പക്ഷേ സോപ്പിയാണിത് ചെയ്തതെന്ന് കോപ്പ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിന് കാരണമുണ്ട്. മെൻ ഹു ബ്രേക്ക് വിൻഡോ ഡു നോട്ട് സ്റ്റോപ്പ് ദർ ടു ടോക്ക് ടു കോപ്സ്. അപ്പോൾ ഒരാൾ വിൻഡോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞു. അയാൾ അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, അയാൾ എന്ത് ചെയ്യും? ഓടും. പക്ഷേ ഇവിടെ സോപ്പി എന്താ ചെയ്തത്? സോപ്പി അവിടെ തന്നെ നിൽക്കുക. എന്തിനാണ്? പോലീസ്മാൻ തന്നെ പിടിക്കാനും അതുപോലെ കൊണ്ടുപോയി ജഡ്ജിൻ്റെ മുമ്പിൽ കൊണ്ടുപോകാനും ജഡ്ജ് ഓർഡർ കൊടുത്ത് അതുപോലെ അവൻ ആ ബ്ലാക്ക്വെൽ ഐലൻഡിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി സോപ്പി അങ്ങനെ തന്നെ നിൽക്കുക. Then away as fast as they can. The cop saw a man further along the street running. അപ്പം ഇതിങ്ങനൊരു കൃത്യം ചെയ്യുന്നവൻ എന്തായാലും ഓടും. അപ്പം ഇവൻ ഇവിടെ തന്നെ നിൽക്കുക. അപ്പം പക്ഷെ അതുകൊണ്ട് പോലീസുകാരൻ വിശ്വസിച്ചില്ല. അപ്പോൾ പോലീസുകാരൻ നോക്കിയപ്പോൾ വേറൊരു മനുഷ്യൻ ഓടുന്ന കണ്ടു ആ സ്ട്രീറ്റിൽ. അപ്പം ഹി റാൻ ആഫ്റ്റർ ഹിം. അപ്പോൾ ഈ പോലീസുകാരൻ എന്ത് ചെയ്ത് ആ ആളുടെ പുറകെ ഓടി. ആൻഡ് സോപ്പി സിക്ക് അറ്റ് ഹാർട്ട് വാക്ക് സ്ലോലി അവേ. ഹി ഹാഡ് ഫെയിൽഡ് 2 times. അപ്പം അവൻ സിക്ക് അറ്റ് ഹാർട്ട്, അവന് ഭയങ്കര വിഷമമായി. അവൻ എന്ത് ചെയ്ത്? അവൻ സ്ലോലി നടക്കുവാണ്. അവൻ രണ്ടാമത്തെ നേരവും തോറ്റുപോയി. അക്രോസ് ദ സ്ട്രീറ്റ് വാസ് അനദർ റെസ്റ്റോറൻറ്റ്. ഇനി സ്ട്രീറ്റിൻ്റെ അക്രോസ് ആയിട്ട് വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇറ്റ് വാസ് നോട്ട് സോ ഫൈൻ ആസ് എ വൺ ഇൻ ബ്രോഡ്വേ പോലെ ഭയങ്കര ഫൈനായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. The people who went there were not so rich. Its food was not so good. Into this, Sophie took his old shoes and his torn clothes, and no one stopped him. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് വലിയ റിച്ച് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് അല്ല, അതുപോലെ ഫുഡ് വലിയ ഗുഡല്ല. അതുപോലെ അവൻ്റെ അതേ ക്ലോത്തിങ്ങിൽ, അതായത് ഓൾഡ് ഷൂസാണ്, ബ്രോക്കൺ ഷൂസാണ്, കീറിയ തുണികളാണ്, അതേ വേസ്റ്റ് തന്നെയാണ് അവൻ അങ്ങോട്ട് അകത്തോട്ട് കയറിപ്പോയത്. പക്ഷെ ആരും അവനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയില്ല. He sat down at a table. അവനോട് തിരുന്നു and was soon eating a big dinner. When he had finished, he said that he and money were strangers. അപ്പോൾ അവൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവനൊരു ഡിന്നർ, നല്ലൊരു ബിഗ് ഡിന്നർ കഴിച്ചു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ല് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു he and money were strangers. അതായത് അവൻ്റെ കയ്യിൽ കാശില്ല, അതാണ് ചുരുക്കം. Get busy and call a cop, said Sophie. വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് അവരവരുടെ ജോലി തുടങ്ങിക്കോ എന്നാണ് സോപ്പി ഇവിടെ പറയുന്നത്. പക്ഷേ അടുത്ത വർക്ക് നിങ്ങൾ തുടങ്ങിക്കും. ഇപ്പോൾ എൻ്റെ ഈ കാശിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ്മാനെ വിളിക്കും. അടുത്ത പ്രൊസീജിയർ ഉണ്ട്, അതേപോലെ തുടങ്ങിക്കോ. കോൾ എ കോപ്പ്, സെറ്റ് സോപ്പി, ആൻഡ് ഡോണ്ട് കീപ്പ് എ ജെൻറ്റിൽമാൻ വെയിറ്റിംഗ്. എന്നിട്ട് അവനെ തന്നെ പറയുകയാണ്, എന്നെപ്പോലൊരു ജെൻറ്റിൽമാനെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ. നോ കോപ്പ് ഫോർ യു, സെറ്റ് ദ വെയിറ്റർ. അപ്പോൾ വെയിറ്റർ പറഞ്ഞു, നിനക്ക് വേണ്ടി പോലീസിനെ വിളിക്കില്ല. ഹീ കോൾഡ് അനദർ വെയിറ്റർ. അപ്പോൾ ഈ വെയിറ്റർ വേറൊരു വെയിറ്ററിനെ വിളിച്ചു. ദി 2 waiters ത്രൂ സോപ്പി അപ്പോൺ ഹിസ് ലെഫ്റ്റ് ഇയർ ഓൺ ദ ഹാർഡ് സ്ട്രീറ്റ് ഔട്ട്സൈഡ്. അപ്പോൾ അവനെ 2 വെയിറ്റേഴ്സോടെ ചേർന്ന് എന്ത് ചെയ്ത് അവനെ വെളിയിലോട്ട് എടുത്ത് എറിഞ്ഞു. ഹീ സ്റ്റുഡ് അപ്പ് സ്ലോലി 1 part at a time ആൻഡ് ബീറ്റ് ദ ഡസ്റ്റ് ഫ്രം ഹിസ് ക്ലോസ്. ഈ 1 part at a time എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്ലോയിലി എഴുന്നേറ്റു. അതേ സമയത്ത് തന്നെ അവൻ്റെ ഡ്രസ്സിൽ പറ്റിയ ഡസ്റ്റ് അവൻ തട്ടി. അതിനെയാണ് ഒരു കാര്യവും മറ്റേ കാര്യവും ഒരേ പാർട്ടിൽ ഒരേ സമയം പോലെ ചെയ്തു എന്നതാണ് പറയുന്നത് 1 part at a time. ഹീ സ്റ്റുഡ് അപ്പ് സ്ലോലി 1 part at a time ആൻഡ് ബീറ്റ് ദ ഡസ്റ്റ് ഫ്രം ഹിസ് ക്ലോസ്. പ്രിസൺ സീംഡ് ഓൺലി എ ഹാപ്പി ഡ്രീം. ഇപ്പോൾ അവന് പ്രിസൺ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഡ്രീമിൽ വരുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം അത്രയേ ഉള്ളൂ. കാരണം അവൻ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതെല്ലാം ഫെയിലിയർ ആവുന്നു. ദ ഐലൻഡ് സീംഡ് വെരി ഫാർ എവേ. ഐലൻഡ് ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക്വെൽ ഐലൻഡ്. ഈ കോപ്പ് ഹു വാസ് സ്റ്റാൻഡിങ് നിയർ ലാഫ്ഡ് ആൻഡ് വാക്ക്ഡ് അവേ. ഇതെല്ലാം കണ്ട് ഒരു കോപ്പ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ജസ്റ്റ് ലാഫ് ചെയ്തു നടന്നങ്ങ് പോയി. സോപ്പി ട്രാവൽഡ് ഓൾമോസ്റ്റ് ഹാഫ് എ മൈൽ ബിഫോർ ഹി ട്രൈഡ് അഗൈൻ. ഇനി അടുത്ത അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവനൊരു ഹാഫ് എ മൈൽ നടന്നു. ദിസ് ടൈം ഹി ഫെൽറ്റ് വെരി certain that he would be successful. പക്ഷേ ഈ പ്രാവശ്യം അവൻ വിചാരിച്ചു ഷുവറായിട്ട്, certain means sure, അവൻ വിചാരിച്ചു ഈ പ്രാവശ്യം അവൻ സക്സസ്ഫുൾ ആകും അവൻ്റെ പ്ലാൻ. എ നൈസ് ലുക്കിംഗ് യങ് വുമൺ വാസ് സ്റ്റാൻഡിങ് ബിഫോർ എ ഷോപ്പ് വിൻഡോ ലുക്കിംഗ് അറ്റ് ദ ഒബ്ജക്ട്സ് ഇൻസൈഡ്. വെരി നിയർ സ്റ്റുഡ് എ ലാർജ് കോപ്പ്. അപ്പോൾ അവൻ കാണുന്ന ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് വുമണിനെ കാണുന്നു. ഷോപ്പിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവരുടെ അടുത്ത് തന്നെ ഒരു പോലീസ്മാൻ നിൽപ്പുണ്ട്. സോപ്പീസ് പ്ലാൻ വാസ് ടു സ്പീക്ക് ടു ദ യങ് വുമൺ. ഇപ്പോൾ അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യങ് വുമനോട് സംസാരിക്കണം. ഷീ സീംസ് ടു ബി എ വെരി നൈസ് യങ് ലേഡി ഹൂ വുഡ് നോട്ട് വാണ്ട് എ സ്ട്രേഞ്ച് മാൻ ടു സ്പീക്ക് ടു ഹർ. അപ്പം അവന് ആ യങ് വുമണിനെ എങ്ങനെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈസ് യങ് ലേഡിയാണ്, അതുപോലെ ഒരു സ്ട്രേഞ്ചർ വന്നാൽ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു യങ് ലേഡിയാണ് അവർ എന്ന് നമ്മുടെ സോപ്പി വിചാരിക്കുന്നു. ഷീ വുഡ് ആസ് എ കോപ്പ് ഫോർ ഹെൽപ്പ്. അപ്പം ഒരു സ്ട്രേഞ്ചർ വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പോലീസ്മാൻ്റെ ഹെൽപ്പ് ചോദിക്കും. ആൻഡ് ദെൻ സോപ്പി വുഡ് ബി ഹാപ്പി ടു ഫീൽ ദ കോപ്സ് ഹാൻഡ് ഓൺ ഹിസ് ആം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി എന്ന് ആ ലേഡി പറയുമ്പം എന്തായാലും ഈ പോലീസ്മാൻ തൻ്റെ കയ്യിൽ പിടിക്കും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഹാൻഡ് കഫ് ചെയ്യുന്നു, തന്നെ കൊണ്ടുപോകും എന്നൊക്കെയാണ് സോപ്പി ഉദ്ദേശിക്കുന്നത്.
ഹി വുഡ് ബി ഓൺ ഹിസ് വേ ടു ദ ഐലൻഡ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, അവൻ അവൻ്റെ ബ്ലാക്ക് വെൽ ഐലൻഡിലോട്ട് പോകാം എന്നും അവൻ ചിന്തിക്കുന്നു. ഹീ വെൻ നിയർ ഹെർ. അപ്പം ആ യങ് ലേഡിയുടെ അടുത്തോട്ട് പോയി. ഹീ കുഡ് സീ ദാറ്റ് ദ കോപ്പ് വാസ് ഓൾറെഡി വാച്ചിങ്. അപ്പം നോക്കി കോപ്പ് ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ദി യങ് വുമൺ മൂഡ് എവേ എ ഫ്യൂ സ്റ്റെപ്പ്. അപ്പോൾ ഇവൻ പോയപ്പോഴത്തേക്ക് യങ് വുമൺ എന്ത് ചെയ്തു, ഒരു ഫ്യൂ സ്റ്റെപ്സ് മൂവായി. സോപ്പി ഫോളോഡ്. അപ്പോൾ സോപ്പി എന്ത് ചെയ്തു, ഈ യങ് വുമണിനെ ഫോളോ ചെയ്തു. സ്റ്റാൻഡിങ് ബിസൈഡ് ഹെർ ഹീ സെഡ്. അപ്പം ബിസൈഡ് മീൻസ് ബൈ ദ സൈഡ് ഓഫ്. അപ്പം ആ ലേഡിയുടെ യങ് വുമൻ്റെ ബൈ ദ സൈഡ്, അതായത് ബിസൈഡിൽ നിന്നിട്ട് അവൻ പറഞ്ഞു, ഗുഡ് ഈവനിങ് ബെഡീലിയ, ഡോണ്ട് യു വോണ്ട് ടു കം ആൻഡ് പ്ലേ വിത്ത് മീ. അപ്പോൾ ചെന്നതും ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട്, ബെഡീലിയ പേര് പോലും അറിയില്ല, പക്ഷെ ഒരു പേരൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ബെഡീലിയ ഡോണ്ട് യു വോണ്ട് ടു കം ആൻഡ് പ്ലേ വിത്ത് മീ, നിനക്ക് എൻ്റെ കൂടെ വരികയും കളിക്കുകയും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ദ കോപ്പ് വാസ് സ്റ്റിൽ ലുക്കിംഗ്. അപ്പോഴും ആ പോലീസ്മാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ദ യങ് വുമൺ ഹാഡ് ഓൺലി ടു മൂവ് ഹെർ ഹാൻഡ് ആൻഡ് സോപ്പി വുഡ് ബി ഓൺ ഹിസ് വേ ടു ദ പ്ലേസ് വെർ ഹി വാണ്ടഡ് ടു ഗോ. ഹി വാസ് ഓൾറെഡി തിങ്കിങ് ഹൗ വാം ഹി വുഡ് ബി. അപ്പോൾ സോപ്പി ചിന്തിക്കുകയാണ്, ഈ യങ് ലേഡിക്ക് എന്തായാലും ഒരു ഡിസ്റ്റർബൻസ് ആകുമ്പോഴത്തേക്ക് യങ് ലേഡി ആരോട് കംപ്ലയിൻറ്റ് ചെയ്യും, ആ പോലീസ്മാനോട് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ പോലീസ്മാൻ എന്ത് ചെയ്യും, എന്തായാലും തന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ എവിടെ എത്തും, ബ്ലാക്ക് വെൽ ഐലൻഡിൽ എത്തിച്ചേരും എന്നവൻ വിശ്വസിക്കുന്നു. ദ യങ് വുമൺ ടേൺ ടു ഹിം. അപ്പോൾ ഇപ്പോൾ ഈ യങ് വുമൺ എന്ത് ചെയ്ത് തിരിച്ച് സോപ്പിയെ നോക്കിയിട്ട്, പുട്ടിങ് ഔട്ട് ഹെർ ഹാൻഡ് ഷീ ടുക്ക് ഹിസ് ആം. ഷുവർ മൈക്ക് ഷീ സെഡ് ജോയ്ഫുള്ളി. അപ്പോൾ ഈ യങ് ലേഡി തിരിച്ച് എങ്ങനെ റെസ്പോൺസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോപ്പിയെ അറിയാവുന്ന ഒരാളെ പോലെ ആ യങ് ലേഡിയും തിരിച്ച് പെരുമാറാൻ തുടങ്ങി. എന്താ തിരിച്ച് നമ്മുടെ യങ് ലേഡി വിളിച്ചെന്നറിയോ, മൈക്ക് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഷുവർ മൈക്ക് ഷീ സെഡ് ജോയ്ഫുള്ളി, ഇഫ് യു വിൽ ബൈ മീ സംതിങ് ടു ഡ്രിങ്ക് I would have spoken to you sooner, but the cop was watching. അപ്പോൾ ആ യങ് ലേഡി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു തരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെയൊക്കെ സംസാരിക്കുകയും ചെയ്യും. അതുപോലെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പ് നമ്മളെ നോക്കുന്നുണ്ട്, ഇങ്ങനെയും പറഞ്ഞു. വിത്ത് ദ യങ് വുമൺ ഹോൾഡിങ് ഹിസ് ആം, സോപ്പി വാക്ക് പാസ് ദ കോപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോപ്പിയുടെ കൈ പിടിച്ച് ആരായിരിക്കുന്നതെന്ന് അറിയാം, യങ് വുമൺ പിടിച്ചുകൊണ്ടിരിക്കുവാണ്, ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം വാക്ക് പാസ് ദ കോപ്പ് മീൻസ് അവിടെ തന്നെ നിൽക്കാതെ യു ജസ്റ്റ് കണ്ടിന്യൂ ടു വാക്ക്. ആ കോപ്പിൻ്റെ മുമ്പിൽ കൂടെ ജസ്റ്റ് കണ്ടിന്യൂ ടു വാക്ക്, അതിനാണ് വാക്ക് പാസ് ദ കോപ്പ് എന്ന് പറയുന്നത്. ഹി വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. അവന് വിഷമമായി. ഹി വാസ് സ്റ്റിൽ ഫ്രീ. വാസ് ഹി ഗോയിങ് ടു റിമെയിൻ ഫ്രീ ഫോർ എവർ. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഈ പ്രാവശ്യത്തെ അറ്റംപ്റ്റും ഫെയിലിയറായി, ഇപ്പോഴും അവൻ ഫ്രീ ആണ്, അവൻ ഇനി എങ്ങനെ പോകും, അവൻ എങ്ങനെ റീച്ച് ആവും അവിടെ. അറ്റ് ദ നെക്സ്റ്റ് കോർണർ ഹി പുൾഡ് ഹിസ് ആം എവേ ആൻഡ് റാൻ. ഒരു കോർണറിൽ, അടുത്ത കോർണറിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ആ യങ് ലേഡിയുടെ കൈ തട്ടി മാറ്റി നമ്മുടെ സോപ്പി ഓടിക്കളഞ്ഞു. വെൻ ഹി സ്റ്റോപ്ഡ് ഹി വാസ് നിയർ സെവറൽ തിയേറ്റേഴ്സ്. ഇപ്പോൾ അവൻ എവിടെ എത്തിച്ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിറയെ തിയേറ്റേഴ്സ് ഉള്ളവരിടത്താണ് അവൻ എത്തിച്ചേർന്നത്. In this part of the city, streets are brighter and hearts are more joyful than in other parts. അതിന് റീസൺ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, women and men in rich warm coats moved happily in the winter. ഈ വിൻ്റർ എയറിലും ഭയങ്കര ജോയ്ഫുള്ളായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, റിച്ച് ആയിട്ടുള്ള വുമനും മെന്നും എല്ലാം വാം കോട്ട്സൊക്കെ ഇട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എൻജോയ് ചെയ്ത് നിൽക്കുവാണ് അവിടെ. എ സഡൻ ഫിയർ കോട്ട് സോപ്പി. ഇപ്പം സോപ്പിയുടെ ഉള്ളിലൊരു ഭയം തോന്നി. നോ കോപ്പ് വാസ് ഗോയിങ് ടു അറസ്റ്റ് ഹിം. എന്താണ് ഭയം? അവന് ഒരു പോലീസ്മാനും അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അവൻ അറസ്റ്റ് ചെയ്തല്ലേ അവന് സേഫായിട്ടൊരു ഷെൽട്ടർ കിട്ടത്തുള്ളൂ. ദെൻ ഹി കെയിം ടു അനദർ കോപ്പ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബിഗ് തിയേറ്റർ. ഇപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗ് തിയേറ്ററിൻ്റെ മുമ്പിൽ ഒരു കോപ്പ് നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് കുറച്ച് നിന്നിട്ട്, ഹീ തോട്ട് ഓഫ് സംതിങ് എൽസ് ടു ട്രൈ. ഓക്കെ, എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്നവൻ ചിന്തിക്കുകയാണ്. ഹീ ബിഗാൻ ടു ഷൗട്ട് ആസ് ഇഫ് ഹി ഹാഡ് ടു മച്ച് ഡ്രിങ്ക്. അവൻ നിറയെ നല്ല കുടിച്ചിട്ട് ബഹളം വെക്കത്തില്ല ആളുകൾ, അതേപോലെ അവൻ ഈ കുടിച്ച് ബഹളം വെക്കുന്ന ആളുകളെ പോലെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ് വോയിസ് വാസ് ആസ് ലൗഡ് ആസ് ഹി കുഡ് മേക്ക് ഇറ്റ്. ഹീ ഡാൻസ്, ഹീ ക്രൈഡ് ഔട്ട്. അവൻ എത്രത്തോളം ഒച്ച ഉണ്ടാക്കാവോ അത്രത്തോളം അവൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ കോപ്പ് ടേൺഡ് ഹിസ് ബാക്ക് ടു സോപ്പി ആൻഡ് ടേൺഡ് ഹിസ് ബാക്ക് മീൻസ് ടേൺ എവേ ഫ്രം സമൺ. അതാണ് മീനിങ്. ആൻഡ് ദ കോപ്പ് ടേൺഡ് ഹിസ് ബാക്ക് ടു സോപ്പി ആൻഡ് സെഡ് ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ഹിം. അപ്പം ഈ സോപ്പിയെ ശ്രദ്ധിക്കാതെ ആ കോപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കുവാണ്. ഇറ്റ്സ് വൺ ഓഫ് ദോസ് കോളേജ് ബോയ്സ്. ആ കോളേജ് ബോയ്സിൽ ഒരു പയ്യനായിരിക്കും ഇത് എന്ന് പറയുകയും, ഹി വോണ്ട് ഹേർട്ട് എനിത്തിങ്. അവൻ വേറെ ആരെയും ഹേർട്ട് ചെയ്യുകയോ വേറെ പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ആളുകളെ ഒന്നും ഹേർട്ട് ചെയ്യുകയോ. വി ഹാഡ് ഓർഡേഴ്സ് ടു ലെറ്റ് ദം ഷൗട്ട്. നമുക്ക് ഓർഡേഴ്സ് ഉണ്ട്, നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഷൗട്ട് ചെയ്യാം, അവർക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ പബ്ലിക് പ്ലേസോ അതുപോലെ ആളുകളെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ഹാൻഡ് കഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അവർ ഷൗട്ട് ചെയ്യുന്നതിൽ അവരെ ഹാൻഡ് കഫ് ചെയ്യരുതെന്നുള്ള ഓർഡർ നമുക്കുണ്ട്. അപ്പോൾ ഈ പയ്യൻ ഓക്കെ ഷൗട്ട് ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുവാണ്. സോപ്പി വാസ് ക്വയറ്റ്.
വാസ് നോ കോപ്പ് ഗോയിങ് ടു ടച്ച് ഹിം. അവന് ഭയങ്കര വിഷമമായി, അവൻ ഭയങ്കര സൈലൻ്റായി. അപ്പോൾ അവന് ചോദിക്കുകയാണ്, എന്നെ ഇനി ഒരു കോപ്പും അവനെ പിടിക്കത്തില്ലേ, അവന് പോകാൻ ഒക്കത്തില്ലേ ബ്ലാക്ക് വെൽ ഐലൻഡിൽ, അങ്ങനെ ഇങ്ങനെ ആലോചിക്കുവാണ്. ഹി ബിഗാൻ ടു തിങ്ക് ഓഫ് ദ ഐലൻഡ് ആസ് ഇഫ് ഇറ്റ് വെർ ആസ് ഫാർ ആസ് ഹെവൻ. ഇപ്പോൾ അവൻ ആ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഹെവൻ, അത്രയും ദൂരം ഉള്ളൊരു പ്ലേസായി, അങ്ങനെ ഫീലിംഗ് ആയി. ഹി പുൾഡ് ഹിസ് തിൻ കോട്ട് അറൗണ്ട് ഹിം. ദ വിൻഡ് വാസ് വെരി കോൾഡ്. അപ്പം അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് നല്ല കോൾഡ് ആയിട്ടുള്ള വിൻഡാണ്. അപ്പോൾ അവൻ്റെ തിന്നായിട്ടുള്ള കോട്ട് അവൻ നന്നായിട്ട് പുള്ളി ചെയ്ത് അവനങ്ങനെ നടക്കുവാണ്. ദെൻ ഹി സോ എ മാൻ ഇൻ ദ ഷോപ്പ് ബൈങ് എ ന്യൂസ് പേപ്പർ. ഇപ്പോൾ അവനൊരു മനുഷ്യനെ കാണുന്നു, അയാൾ ന്യൂസ് പേപ്പർ വാങ്ങുവാണ് ആ ഷോപ്പിൽ നിന്ന്. ദ മാൻസ് അംബ്രല സ്റ്റുഡ് ബിസൈഡ് ദ ഡോർ. സോപ്പി സ്റ്റെപ്പ് ഇൻസൈഡ് ദ ഷോപ്പ്, ടുക്ക് ദ അംബ്രല ആൻഡ് വാക്ക് സ്ലോലി അവേ. അപ്പോൾ ആ മനുഷ്യൻ്റെ അംബ്രല അവിടെ ഉണ്ടായിരുന്നു, ഡോറിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ സോപ്പി എന്ത് ചെയ്ത് അതെടുത്തിട്ട് സ്ലോയിൽ നടന്നു. ദ മാൻ ഫോളോഡ് ഹിം ക്വിക്ക്ലി. മൈ അംബ്രല ഹി സെഡ്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്ത് സോപ്പിയെ ക്വിക്ക്ലി ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അംബ്രല എന്ന് പറഞ്ഞു. ഓ ഈസ് ഇറ്റ് സെഡ് സോപ്പി. വൈ ഡോണ്ട് യു കോൾ എ കോപ്പ്? ഐ ടുക്ക് ഇറ്റ് യുവർ അംബ്രല. വൈ ഡോണ്ട് യു കോൾ എ കോപ്പ്? ദർ ഈസ് വൺ സ്റ്റാൻഡിങ് അറ്റ് ദ കോർണർ. അപ്പോൾ ഇവൻ പിന്നെയും പറയുവാണ്, നിങ്ങളുടെ അംബ്രലയാണോ? ഞാൻ നിങ്ങളുടെ അംബ്രല എടുത്തത്. നിങ്ങളുടെ ആ കോപ്പിനെ എന്താ വിളിക്കാത്തത്? പോലീസ്മാൻ എന്താ വിളിക്കാത്ത? പോലീസ്മാൻ അവിടെ കോർണറിൽ നിൽപ്പുണ്ട് എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ മാൻ വാക്ക്ഡ് മോർ സ്ലോലി. ഇത് കേട്ടത് മാൻ എന്ത് ചെയ്ത് സ്ലോലി നടന്നു. അതിന് റീസൺ ഉണ്ട്. സോപ്പി ഡിഡ് ദ സെയിം ബട്ട് അപ്പോൾ സോപ്പി ഡിഡ് ദ സെയിം, അയാൾ സ്ലോലി നടന്നപ്പോൾ സോപ്പിയും സ്ലോലി നടന്നു. ബട്ട് ഹി ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഫെയിൽ എഗെയിൻ. അപ്പോൾ അവന് പിന്നെ ഒരു ഫീൽ വരാൻ തുടങ്ങി. അവൻ ഈ അറ്റംപ്റ്റും സക്സസ് ആവത്തില്ല. ദ കോപ്പ് ലുക്ക്ഡ് അറ്റ് ദ ടു മെൻ. അപ്പോൾ കോപ്പ് ഈ രണ്ട് മനുഷ്യരെ നോക്കുന്നുണ്ടായിരുന്നു. I, said the umbrella man, that is, you know how these things happen. If that is your umbrella, I'm very sorry. I found it this morning in a restaurant. If you say it yours, I hope you will. അപ്പോൾ ഇയാളിങ്ങനെ തിക്കി പറയുവാണ്, ഓ അത് നിങ്ങളുടെ അംബ്രല്ല ആയിരുന്നോ? എങ്കിൽ സോറി, ഞാനിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തത്. ആക്ച്വലി ഇയാൾ ആ അംബ്രല്ല കട്ടെടുത്തതാണ്. അപ്പോൾ ഇയാൾ എന്താ വിചാരിക്കുന്നത്? കറക്റ്റാ ഈ അംബ്രല്ലയുടെ ഓണർ സോപ്പിയാണ് എന്ന് വിചാരിക്കുകയാണ്. ഇറ്റ്സ് മൈൻ ക്രൈഡ് സോപ്പി വിത്ത് ആങ്കർ ഇൻ ഹിസ് വോയിസ്. അപ്പം നമ്മുടെ സോപ്പിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ക്രൈ ചെയ്തിട്ട് സോപ്പി പറയണം, ഇറ്റ്സ് മൈൻ, അത് എൻ്റെതാ എന്ന് അവൻ പറയുവാണ്. അവന് വിഷമമായി. ദ അംബ്രല്ല മാൻ ഹറിഡ് അവേ. ഓക്കെ, അവൻ ഇനി അംബ്രല്ല മാൻ അവിടെ നിൽക്കത്തില്ല, അംബ്രല്ല മാനും ഓടിപ്പോയി. ദ കോപ്പ് ഹെൽപ്ഡ് എ ലേഡി അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പം ഈ പോലീസ്മാൻ ഒരു ലേഡിയെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. സോപ്പി വാക്ക്ഡ് ഈസ്റ്റ്. ഇനി അവൻ ഈസ്റ്റിലോട്ട് നടന്നു. ഹി ത്രൂ ദ അംബ്രല്ല ആസ് ഫാർ ആസ് ഹി കുഡ് ത്രോ ഇറ്റ്. അപ്പോൾ ഈ കയ്യിലിരുന്ന അംബ്രല്ല അവനെടുത്ത് എറിഞ്ഞു. എത്രത്തോളം ദൂരം എറിയാവോ അത്രത്തോളം ദൂരത്തോട്ട് അവൻ എറിഞ്ഞു. ഹി ടോക്ക് ടു ഹിംസെൽഫ് അബൌട്ട് കോപ്സ് ആൻഡ് വാട്ട് ഹി തോട്ട് ഓഫ് ദം. അപ്പോൾ അവനോട് തന്നെ സംസാരിക്കുവാണ്, ആരെക്കുറിച്ച്, കോപ്സിനെ കുറിച്ചും അവൻ എന്താണ് അവരെക്കുറിച്ച് ചിന്തിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവാണ്. ബിക്കോസ് ഹി വിഷ് ടു ബി അറസ്റ്റഡ്, ദേ സീം ടു ബിലീവ് ഹി വാസ് ലൈക്ക് എ കിങ്. അവൻ എന്താ ആഗ്രഹിച്ചത്? അവൻ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവരെന്താ അവനെ കാണുമ്പോൾ ഒരു കിങ്, ഒരു എററും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഒരു കിങ്ങിനെ പോലെയാണ് അവർ ഇവനെ കരുതിയത്. അറ്റ് ലാസ്റ്റ് സോപ്പി കെയിം ടു വൺ ഓഫ് ദ ക്വയറ്റ് സ്ട്രീറ്റ്സ് ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് ദ സിറ്റി. ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്ട്രീറ്റിൽ അവനെത്തി. ഹി ടേൺഡ് ഹിയർ ആൻഡ് ബിഗാൻ ടു വാക്ക് സൗത്ത് ടുവേർഡ്സ് മാഡിസൺ സ്ക്വയർ. ആൻഡ് മാഡിസൺ സ്ക്വയറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഗോയിങ് ഹോം, ഓൾത്തോ ഹോം വാസ് ഓൺലി എ സീറ്റ് ഇൻ എ പാർക്ക്. അവൻ വീട്ടിലോട്ട് പോവാന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഹോം എന്ന് പറയുന്നത് ആ പാർക്കിലുള്ള ഒരു ചെറിയൊരു അവനിരിക്കാനുള്ള ആ ഒരു സീറ്റ്, അതാണ് അവൻ്റെ ഹോം. ബട്ട് ഓൺ എ വെരി ക്വയറ്റ് കോർണർ സോപ്പി സ്റ്റോപ്ഡ്. പക്ഷേ ഒരു ക്വയറ്റ് ആയിട്ടുള്ള കോർണർ എത്തിയപ്പോൾ അവനൊന്ന് സ്റ്റോപ്പായി. ഹിയർ വാസ് ആൻ ഓൾഡ് ചർച്ച്. അവിടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ചർച്ചുണ്ട്. ത്രൂ വൺ കളേർഡ് ഗ്ലാസ് വിൻഡോ കെയിം എ സോഫ്റ്റ് ലൈറ്റ്. അവിടെയുള്ള കളേർഡ് ഗ്ലാസ്, ചർച്ചിലുള്ള കളേർഡ് ഗ്ലാസ്സിൽ നിന്ന് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വന്നു. സ്വീറ്റ് മ്യൂസിക് കെയിം ടു സോഫീസ് ഇയേഴ്സ്. പിന്നെ എന്താ വന്നത്? ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് സോഫിയുടെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. ആൻഡ് സീം ടു ഹോൾഡ് ഹിം ദെയർ. ആ മ്യൂസിക് അവനെ അവിടെ പിടിച്ചു നിർത്തി. The moon was above, peaceful and bright. There were few people passing. കുറച്ച് പേർ അങ്ങോട്ട് പാസ്സാവുന്നുണ്ട്. He would hear birds high above him. അപ്പോൾ ബേർഡ്സ് ഒക്കെ ചെർപ്പ് ചെയ്ത് നൈറ്റ് ആയില്ലേ അവരവരുടെ കൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. And the anthem that came from the church held Sophie there, for he had known it well long ago. ആ ആന്തം എന്ന് പറയുന്ന ആ റിലീജിയസ് സോങ്, അത് ചർച്ചിൽ നിന്ന് വരുന്ന റിലീജിയസ് സോങ് അവിടെ സോഫിയെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് അവൻ പണ്ട്, ഫോർ ഹി ഹാഡ് നോൺ ഇറ്റ് വെൽ ലോങ് എഗോ, അവന് പണ്ട് അത് അറിയാം, ഇതിന് മുമ്പും അവൻ ഈ പാട്ട് അറിയാം. ഇൻ ദോസ് ഡേയ്സ് ഹിസ് ലൈഫ് കണ്ടെയ്ൻഡ് സച്ച് തിങ്സ് ആസ് മദേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഹൈ ഹോപ്സ്, ഫ്രണ്ട്സ് ആൻഡ് ക്ലീൻ തോട്ട്സ് ആൻഡ് ക്ലീൻ ക്ലോത്ത്സ്. പഴയ കാലം അവൻ പറയുവാണ്, ഫ്ലവേഴ്സ്, ഹൈ ഹോപ്സ്, അതായത് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു, ക്ലീൻ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. സോഫീസ് മൈൻഡ് വാസ് റെഡി ഫോർ സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ അതെല്ലാം അവൻ ഓർത്തപ്പം ഇപ്പോഴും അവനത് ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. സോഫീസ് മൈൻഡ് വാസ് റെഡി ഫോർ സംതിങ് ലൈക്ക് ദിസ്. അവൻ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ പറയാം, വാട്ട് ഈസ് എ കോണ്ടെക്സ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. അതായത് അവനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ആ ചർച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നതും അവൻ ആ പാട്ട് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ആ ഫീലിങ്സും എല്ലാമാണ് സോഫീസ് മൈൻഡ് വാസ് റെഡി ഫോർ സംതിങ് ലൈക്ക് ദിസ് എന്ന് വന്നാൽ നമുക്ക് എഴുതാൻ ഒക്കുന്നത്. ഹി ഹാഡ് കം ടു ദ ഓൾഡ് ചർച്ച് അറ്റ് ദ റൈറ്റ് ടൈം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് തന്നെ. ദർ വാസ് സഡൻ ആൻഡ് വണ്ടർഫുൾ ചേഞ്ച് ഇൻ ഹിസ് സോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അവന് ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് അവൻ്റെ ആത്മാവിന് വന്നു. ഹി സോ വിത്ത് സിക്ക് ഫിയർ ഹൗ ഹി ഹാഡ് ഫോളൻ. അതായത് അവൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവൻ എന്ത് സിറ്റുവേഷനിൽ ഇപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ എന്താണ്, അതെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി അവൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസരത്തിൽ അവൻ നിൽക്കുവാണ്. അതാണ് ഹി സോ വിത്ത് സിക്ക് ഫിയർ ഹൗ ഹി ഹാഡ് ഫോളൻ. He saw his worthless days, his wrong desires, his dead hopes, the lost power of his men. ഇപ്പോൾ അവൻ കാണുവാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ. അതായത് വേർത്ത്ലെസ് ആയിട്ടുള്ള ഡേയ്സ്, റോങ് ആയിട്ടുള്ള ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, ഡെഡ് ഹോപ്സ്, ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിക്കുന്നവൻ, ദ ലോസ്റ്റ് പവർ ഓഫ് ഹിസ് മെൻ, എല്ലാം അവൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ആൻഡ് ഓൾസോ ഇൻ എ മൊമെൻറ്റ് ഹിസ് ഹാർട്ട് ആൻസർഡ് ദിസ് ചേഞ്ച് ഇൻ ഹിസ് സോൾ. ഹി വുഡ് ഫൈറ്റ് ടു ചേഞ്ച് ഹിസ് ലൈഫ്. ഹി വുഡ് പുൾ ഹിംസെൽഫ് അപ്പ് ഔട്ട് ഓഫ് ദ മൈൻഡ്. ഹി വുഡ് മേക്ക് എ മാൻ ഓഫ് ഹിംസെൽഫ് അഗൈൻ. അപ്പം ഇത് ക്വസ്റ്റ്യൻ വരാം. ആ മ്യൂസിക്, ആ റിലീജിയസ് ആന്തം കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, അവൻ്റെ ഒരു മാറ്റം ഉണ്ടായി. ഹിസ് ഡിസയർ ടു ചേഞ്ച് ഹിസ് ലൈഫ്. അതാണ് ഈ വരികളൊക്കെ തന്നെ എഴുതാം നിങ്ങൾക്ക്. അതായത് ഹി വുഡ് പുൾ ഹിംസെൽഫ് അപ്പ്, അതായത് അവനൊരു എൻകറേജ്മെൻറ്റ് വന്നു എന്നതാണ് ഇതെല്ലാം. ഹി വുഡ് മേക്ക് എ മാൻ ഓഫ് ഹിംസെൽഫ് അഗൈൻ. അവൻ പഴയ പോലെ ആവണം എന്ന് ചിന്തിക്കുന്നതാണ് ഇതെല്ലാം. ദർ വാസ് ടൈം, സമയമുണ്ട്. ഹി വാസ് യങ് ഇനഫ്. അവനിപ്പോൾ യങ് ആണ്. അവൻ ചിന്തിക്കുവാണ്, സമയമുണ്ട്, അവന് മാറാൻ സമയമുണ്ട്, അവനിപ്പോൾ യങ് ആണ്. ഹി വുഡ് ഫൈൻഡ് ഹിസ് ഓൾഡ് പർപ്പസ് ഇൻ ലൈഫ് ആൻഡ് ഫോളോ ഇറ്റ്. ദാറ്റ് സ്വീറ്റ് മ്യൂസിക് ഹാഡ് ചേഞ്ച് ഹിം. അപ്പോൾ അവൻ ചിന്തിക്കണം, അവനൊരു ലൈഫിലൊരു എയിം ഉണ്ട്, പർപ്പസ് ഉണ്ട്, അവൻ മാറണം. ടുമോറോ he would find work. A man had once offered him a job. He would find that man tomorrow. He would be somebody in that world. He would. അപ്പോൾ അവൻ ചിന്തിക്കുവാണ്, ആരോ അവൻ ഇതിനു മുമ്പ് ഓഫർ ചെയ്തിരുന്നു വർക്ക്, അപ്പോൾ അയാളെ പോയി കാണണം, നാളെ മുതൽ അവൻ മാറണം, ഒരു പുതിയ പേഴ്സൺ ആണ് എന്നെല്ലാം അവൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സോഫി ഫെൽറ്റ് എ ഹാൻഡ് ഓൺ ഹിസ് ആം. പെട്ടെന്ന് അവൻ്റെ ആമിലൊരു ഹാൻഡ് ആരോ വന്ന് ടച്ച് ചെയ്തേ. ഹി ലുക്ക്ഡ് ക്വിക്ക്ലി അറൗണ്ട് ഇൻ ടു ദ ബ്രോഡ് ഫേസ് ഓഫ് എ. അപ്പോൾ പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ ആരാന്ന് വെച്ചാൽ ഒരു പോലീസ്മാനാണ്. വാട്ട് ആർ യു ഡൂയിങ് ഹാങ്ങിങ് അറൗണ്ട് ഹിയർ ആസ് എ കോപ്പ്. എന്താ നീ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ്, ഇത് എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കത്തില്ല, അതാണ് എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്ന് ആ പോലീസുകാരൻ ചോദിച്ചു. നത്തിങ് സെഡ് സോപ്പി. അപ്പോൾ സോപ്പി പെട്ടെന്ന് പറഞ്ഞു, ഒന്നുമില്ല. യു തിങ്ക് ഐ ബിലീവ് ദാറ്റ് സെഡ് ദ കോപ്പ്. അപ്പോൾ കോപ്പ് പെട്ടെന്ന് പറഞ്ഞു, നീ ചിന്തിക്കുന്നുണ്ടോ, അത് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാനത് വിശ്വസിച്ചു എന്നുണ്ട്. ഫുൾ ഓഫ് ഹിസ് ന്യൂ സ്ട്രെങ്ത് സോപ്പി ബിഗാൻ ടു ആർഗ്യൂ. അപ്പോൾ സോപ്പി പെട്ടെന്ന് അവൻ്റെ ആ സ്ട്രെങ്ത് ഇപ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അവൻ ആ സ്ട്രെങ്തിൽ അവൻ പറഞ്ഞു, അവൻ ആർഗ്യൂ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ആർഗ്യൂ വിത്ത് എ ന്യൂയോർക്ക് കോപ്പ്. അപ്പോൾ ഒരു പോലീസ്മാനോട് ആർഗ്യൂ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. കം അലോങ് സെഡ് ദ കോപ്പ്. അതായത് ഒരു സംശയാസ്പദമായ സിറ്റുവേഷനിൽ കോപ്പിന് തോന്നി അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. 3 months ഓൺ ദ ഐലൻഡ് സെഡ് ദ ജഡ്ജ്. അവസാനം കോപ്പ് ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ജഡ്ജ് അവന് ഒരു വിധി കൊടുക്കുന്നു. 3 months ഓൺ ദ ഐലൻഡ്, അത് ബ്ലാക്ക് ബെൽ ഐലൻഡിലോട്ട് അവനെ കൊണ്ടുപോവാണ്. നമ്മുടെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ കോപ്പ് ആൻഡ് ദ ആന്തം എന്നാണ്. കോപ്പ് എന്ന് പറയുന്നത് ഹൂ അറസ്റ്റ് സോപ്പി, അത് ആ പോലീസ്മാൻ അറസ്റ്റ് ചെയ്ത പോലീസ്മാനും. ആന്തം എന്ന് പറഞ്ഞത് ആ റിലീജിയസ് സോങ് ഇൻസ്പയർ ആയി നമ്മുടെ സോപ്പിക്ക്. അതാണ് ആന്തം എന്ന് പറയുമ്പോൾ ദറ്റ് ഇൻസ്പയർസ് ഹിസ് ഡിസയർ ടു റിഫോം. അവനെ തന്നെ റിഫോം ചെയ്യാൻ വേണ്ടി ഡിസയർ വരുന്ന ആ ആന്തം കേട്ടപ്പോഴാണ് റിഫോം. അതുപോലെ ഈ സ്റ്റോറിയുടെ ഐറണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് വെൻ സോഫി റിയലൈസസ് ഹി വോണ്ട്സ് എ ബെറ്റർ ലൈഫ്. അവനൊരു ബെറ്റർ ലൈഫ് വേണമെന്ന് വിചാരിച്ച സമയത്ത് എന്തായി, അവൻ ഇതിന് മുമ്പ് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, അവന് ബ്ലാക്ക് ബെൽ ഐലൻഡിൽ പോകണമെന്ന്. ആ സമയത്ത് ഒത്തില്ല, പക്ഷേ അവൻ ബെറ്റർ ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് പോലീസ്മാൻ അവനെ അറസ്റ്റ് ചെയ്തു. അതാണ് ഇവിടുത്തെ ഐറണി. അതുപോലെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ സോപ്പിയെക്കുറിച്ച്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരാൻ എന്ന് വിശ്വസിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. താങ്ക് യു.